ഹായ് ഗായ്സ്, വെൽക്കം ടു ഗീതു ആൻഡ് സാമുവൽസ് ചാനൽ. അപ്പം കുറേ നാളായി ഇങ്ങനെയൊക്കെ ഒരു ഇൻട്രോ ഒക്കെ പറഞ്ഞ് തുടങ്ങിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങിയത്. അപ്പം ഇന്നിങ്ങനെ വരേണ്ടി വന്നത്, നമ്മൾ ബിഗ് ബോസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെ ഇരുന്ന് സംസാരം മാത്രമായിരുന്നു. അപ്പോൾ ഇന്ന് ഇങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു വിഷയം കണ്ടു. അപ്പം ഫാമിലി വ്ളോഗേഴ്സിനെ സംബന്ധിച്ചുള്ള ഒരു ഇഷ്യൂ ആണ് ഒരു ഫാമിലിയിൽ നടന്നത്. അതായത് നല്ല ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ചാനലിൽ നടക്കുന്ന, അവരുടെ ഫാമിലിയിൽ നടക്കുന്ന ഒരു ഇഷ്യൂവിനെ കുറിച്ചാണ് എന്നാ പറയുന്നത്. ഈ പ്രശ്നങ്ങളൊക്കെ ആ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പം നമ്മളും ഈ ഫാമിലി ലൈഫ് സ്റ്റൈലൊക്കെ ഒത്തിരി, നമ്മുടെ ചാനൽ അങ്ങ് വളർന്ന് കൊമ്പത്തൊന്നും അല്ലെങ്കിലും നമ്മളും അതൊക്കെ റിഗാർഡിങ് ആയിട്ടുള്ള വീഡിയോസാണ് ഇടുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്നല്ല അതിനെക്കുറിച്ച് അഭിപ്രായം പറയാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഈ ചാനൽ ഈ ഇഷ്യൂ ഉണ്ടായതിന് ശേഷമാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. അല്ലാതെ ഞാനിതിൻ്റെ ഈ ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബർ അല്ല. എനിക്ക് ഈ ഫാമിലിയെക്കുറിച്ച് യാതൊരുവിധ ധാരണയും ഇല്ല. അപ്പം ഇഷ്യൂ റേസ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവരുടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് കണ്ടു. അപ്പോൾ അതിൻ്റെ അകത്ത് വളരെ നല്ല ഒരു ഫാമിലി, അപ്പൻ, അമ്മ, 2 സഹോദരങ്ങൾ, ഒരു സഹോദരൻ്റെ ഭാര്യ, അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. നല്ല കാര്യം. പിന്നെ എന്തോ ഒരു റീസൺ കൊണ്ട് അത് മൊത്തത്തിൽ അതും ഒരു മാലാക കുഞ്ഞ് ആ വീട്ടിലോട്ട് വരാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ആ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. എല്ലാവരും തമ്മിൽ തല്ലി പിരിയുന്നു. അപ്പം ഇതൊക്കെയാണ് അവിടെ നടന്നത്. എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്, ഞാനിത് ആരെയും ന്യായീകരിക്കാൻ വന്നേക്കുന്നല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഞാൻ ഈ വീഡിയോസ് കണ്ടിട്ടില്ല, ഇവരെ ആരെയും എനിക്ക് അറിയത്തില്ല, ഞാൻ ഇവരുടെ സബ്സ്ക്രൈബർ അല്ല, ഒരു നിരന്തരമായിട്ടുള്ള ഇവരുടെ ഒരു വ്യൂവറും അല്ല. പക്ഷെ ഞാൻ പറയാൻ വന്നത്, ഇവർ വീട്ടിൽ തമ്മിൽ തല്ലിക്കോട്ടെ, ഇവർ അപ്പനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങൾ സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ, അപ്പനും അമ്മയും മക്കളും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കോട്ടെ. ഇത് എല്ലാ വീടുകളിലും ഒരു 95% ഓളം വീടുകളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇത് ഇങ്ങനെ യൂട്യൂബിൽ കാണിക്കണോ? ഇത് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ മാത്രം എനിക്ക് തോന്നിയൊരു തോന്നലല്ല കേട്ടോ. ഞാൻ ഇതിന് മുന്നേ നമുക്കറിയാലോ, വേറെ കുറേ അങ്ങനത്തെ ചാനൽസിലൊക്കെ ഇങ്ങനെ വീട്ടിലെ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വ്യൂസ് കൂട്ടുന്ന കുറേ ചാനൽസ് നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഇതിനെക്കുറിച്ച് പറയണം എന്ന്. പക്ഷേ ഇപ്പം ഇതിങ്ങനെ ഒരുപാട് പേരെടുത്ത് ഇത് ചെയ്യുന്നു. ഒരു ഭാഗം മാത്രം ഒന്ന് കേൾക്കും, നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം അടുത്ത ആൾ വന്നൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ഇടും. ഉടനെ നമ്മൾ താഴെ കമൻസ് എല്ലാവരും കൂടി ഓടി വന്ന് അവരെ സപ്പോർട്ട് ചെയ്യും. ഇങ്ങനെ ഈ വ്യൂവേഴ്സ് ഓടി നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. നമുക്കൊരു സ്ഥിരതയില്ല. നമ്മൾ ഓടി നടന്ന് കമൻറ്റിടിയിൽ. ഇത് ഇങ്ങനെ നമ്മൾ ഓടി നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ യൂട്യൂബിൽ ഇവർ പറയുന്നതൊക്കെ ആരാണേലും ഈ രണ്ട് ഫാമിലിയും തന്നെ പറയല്ലോ, ഇത് രണ്ടായിട്ട് അടിച്ച് പിരിഞ്ഞല്ലോ. അപ്പം ഈ ചേട്ടൻ്റെ ഫാമിലി ആണേലും അനിയൻ്റെ ഫാമിലി ആണേലും, മീൻസ് അപ്പൻ അമ്മ മകൻ, ആ ഫാമിലി ആണേലും ഇവർ രണ്ടുപേരും പറയുന്നത് സത്യമാണോ? അതായത് ഇവർ മേ ബി രണ്ടുപേരും പറയുന്നത് സത്യമായിരിക്കാം, രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരിക്കാം, രണ്ടുപേരും പറയുന്നത് കുറച്ചൊക്കെ അവർ എരിവും പുളിയും കൂട്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ടായിരിക്കാം. ഒരാൾ തെളിവ് സഹിതം കാണിക്കുന്നുണ്ട്, തല്ലി പിച്ചി മാന്തി. അതിൻ്റെ അകത്ത് ന്യായീകരിക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും ഉണ്ട്. വൈഫ് പ്രഗ്നൻ്റ് ആയിട്ടുള്ള വൈഫിനെ തല്ലി, ഇതൊന്നും ശരിയാണ്, നമുക്ക് ന്യായീകരിക്കാൻ പറ്റത്തില്ലാത്ത കാര്യങ്ങളാണ്. പക്ഷേ ഇതൊക്കെ ഇവർ ഈ യൂട്യൂബിൽ വന്ന് പറയേണ്ട, മീൻസ് നമ്മളോട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യം എന്താ? അപ്പം എന്താണ് കാര്യം? ഇവർക്ക് ഈ തല്ലും പിച്ചും മാന്തും എല്ലാം കഴിഞ്ഞിട്ട് ഇവരുടെ, അതായത് ഉത്തരത്തിൽ ഇരിക്കുന്നത് കിട്ടുകയും ചെയ്യണം, കക്ഷത്തിൽ ഇരിക്കുന്നത് പോവുകയും ചെയ്യരുത്. അതാണ് നമ്മളത് വ്യൂവേഴ്സ് വളം വെച്ച് കൊടുക്കുന്നു. നിങ്ങൾ കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് വേണം, നിങ്ങൾ മീൻസ് ഞാൻ ഉൾപ്പെടുന്ന ഈ യൂട്യൂബ്, എന്നെ സംബന്ധിച്ച് ഞാൻ യൂട്യൂബ് കാണുന്നത് നമുക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ്, അല്ലെങ്കിൽ നമുക്കിപ്പോൾ ഒരു മോർണിംഗ് റുട്ടീൻസ് കാണാനായിട്ട് ഓരോരുത്തർ ചില കുക്കിംഗ്, ഞാനിപ്പം വീട്ടിലിരിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ എനിക്ക് നല്ല കുക്കിങ്ങിൻ്റെ ടിപ്സ് കിട്ടാം, അല്ലെങ്കിൽ ഒരു ലൈഫിനൊരു ഓർഡർ വരുത്തക്ക രീതിയിൽ നല്ല നല്ല വീട്ടമ്മമാരൊക്കെ നല്ല ഓർഡറിൽ അവരുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നില്ലേ?
അതുപോലെ സേവ് ചെയ്യുന്ന ടിപ്സ്, ജേണൽസ് എഴുതുന്നത്, പ്ലാനിങ്, പിന്നെ മീൽ പ്രിപ്പ്, ഇങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ പിള്ളേരുടെ കാര്യങ്ങൾ, അവർക്കുള്ള കുറച്ചും കൂടെ അവരെ എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാം, നല്ല ശീലങ്ങൾ വളർത്താം. അല്ലെങ്കിൽ നമ്മൾ ട്രാവലേഴ്സിൻ്റെ വീഡിയോസ്, നല്ല ട്രാവൽ ചെയ്തിട്ട് നല്ല നല്ല എന്നാ പറയുന്നത് അങ്ങനത്തെ, അല്ലെങ്കിൽ നമ്മൾ ഫാമിലി വ്ളോഗ്സ് കാണുന്നത്, പിന്നെ നമ്മൾ റെസിപ്പി വീഡിയോസ് കാണും. പിന്നെ നമ്മൾ ഫാമിലി വ്ളോഗ്സ് കാണുമ്പം നമുക്ക് എക്സ്ട്രാ കിട്ടുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും മറ്റുള്ളവരുടെ ലൈഫിലോട്ട് ഒളിഞ്ഞു നോക്കാനുള്ള ഒരു ത്വര കൂടുതലാണ്. അവരുടെ വീട്ടിൽ എന്നാ നടക്കുന്നത് ഇന്ന് നമുക്ക് ഒളിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതെടുത്ത് നോക്കിയാൽ മതി. പക്ഷേ ഈ ഇവരിങ്ങനെ വന്ന് ഇവരുടെ ഈ ഫാമിലി പ്രോബ്ലംസ് പറഞ്ഞ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവർക്കിത് പറയുകയും ചെയ്യണം, ഇവർക്ക് കാശ് കിട്ടുകയും ചെയ്യണം. നമ്മളിങ്ങനെ ഇത് നമ്മുടെ സമയവും കളഞ്ഞ് നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒരു നേട്ടവും കിട്ടുന്നില്ലെന്ന് നമ്മൾ ഓർക്കണം. ഇവർ ഈ ഫാമിലി പ്രോബ്ലംസ് എല്ലാം വന്ന് പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ ഓരോ വീഡിയോസ് ഇടുമ്പം നമുക്കിതിൻ്റെ അകത്തുനിന്ന് വ്യൂവേഴ്സ്, ആസ് എ വ്യൂവർ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ വ്ലോഗ് കാണുന്നത് ഇന്ന കാര്യങ്ങൾക്കൊക്കെയാണ്. എനിക്ക് ഇപ്പോൾ ഒരു മറ്റൊരാളുടെ ഇതുപോലത്തെ പ്രോബ്ലംസ് അറിയണമെങ്കിൽ നമ്മുടെ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനത്തെയൊക്കെ എടുത്ത് എനിക്ക് കണ്ടാൽ മതി. അതായത് ഇപ്പം നമ്മൾക്ക് നാട്ടിൽ ഒരുപാട് വയനാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ, നമുക്കിപ്പോൾ കുറുവാ സംഘം നാട്ടിൽ ഓടി നടക്കുന്നു. പോലീസുകാർ അവരെ എങ്ങനെ നമ്മൾ ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെ എവിടെ നിന്നൊക്കെയാണ് ശവം കുഴിച്ചെടുക്കുന്നത്, ഇങ്ങനത്തെ എന്തൊക്കെ പ്രശ്നങ്ങൾ, അവരുടെയൊക്കെ ലൈഫ് സ്റ്റോറി ആയിട്ട് ഇഷ്ടംപോലെ ക്രൈം ഫയലും കാര്യങ്ങളും ഒക്കെ ഇഷ്ടംപോലെ വാർത്താ ചാനലുകൾ എല്ലാവരും ഇടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ജനറൽ നോളജൂടെ കിട്ടുന്ന കാര്യങ്ങളാണ്. ഇതിന് പകരം ഇവരുടെ വീട്ടിൽ നടക്കുന്ന ഈ അടിയും പിടിയും മാന്തും പിച്ചും കുത്തിയിരുന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് എന്തേലും നേട്ടം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, നിങ്ങൾക്കെന്നല്ല, സോറി, നമുക്ക് എനിക്ക് ഞാൻ ഉൾപ്പെടെ സോ ഇങ്ങനെയുള്ള വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് പ്രൊമോട്ട് ചെയ്യരുതെന്ന് വെച്ചാൽ, ഇതുപോലത്തെ വീഡിയോസ് വരുമ്പോൾ നിങ്ങളൊരു നല്ല, എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇതിന് അടിയിൽ പല തരത്തിൽ, ഇപ്പം ഞാൻ ഇന്നലെ തന്നെ ജസ്റ്റ് ഒരു കമൻ്റ് ആയിട്ട് എഴുതിയപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് നിനക്ക് കാണണ്ടെങ്കിൽ നീ കാണണ്ട, എനിക്കറിയാം, ഞാൻ കാണാറില്ല. ഞാൻ ഇതിപ്പോൾ യൂട്യൂബ് തുറന്ന അന്നേരം ഇത് തന്നെ, ഇതിൻ്റെ റിയാക്ഷൻ വീഡിയോസ് മാത്രം വരുന്നത്. അത് കണ്ടപ്പം ഞാൻ ജസ്റ്റ് നോക്കിയെന്നേ ഉള്ളൂ, അല്ലാതെ എനിക്കറിയാം ഇത് കാണാൻ എനിക്ക് നേരവും ഇല്ല. മനസ്സിലായോ? ഇത് അവരുടെ പ്രശ്നമാണ്, അവരുടെ അങ്ങനെയാണ്, അവർക്ക് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ, അവർക്ക് ഡൊമസ്റ്റിക് വയലൻസ് നേരിട്ടിട്ടുണ്ട് എങ്കിൽ, അവരെ ഫിസിക്കൽ അബ്യൂസ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർ അതോറിറ്റീസിൻ്റെ അടുത്താണത് പോയി പറയേണ്ടത്. മനസ്സിലായോ? യൂട്യൂബിൻ്റെ അടുത്ത് വന്ന് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടി ഇവിടെ കിടന്ന് കരയുവല്ല ചെയ്യേണ്ടത്. അവർ അതിന് കൺസേൺഡ് ആയിട്ടുള്ള ഹെൽപ്പ് ലൈൻസ് ഉണ്ട്, ചൈൽഡ് ഹെൽപ്പ് ലൈൻസോ വിമൻ ഹെൽപ്പ് ലൈൻസോ അങ്ങനെ എന്നതാണെന്ന് വെച്ചാൽ, പോലീസോ ആരാണെന്ന് വെച്ചാൽ ഹയർ അതോറിറ്റീസിൻ്റെ അടുത്താണ് ഇത് ചെന്ന് പറയേണ്ടത്. അല്ലാതെ ഇങ്ങനെ കിടന്ന് നിലവിളിച്ച് യൂട്യൂബിൽ വന്നിരുന്ന്, അപ്പം ഇതെന്താ, നിങ്ങൾ വീഡിയോസ് എടുത്ത് നോക്കുക, വീഡിയോസിൻ്റെ ഈവൻ റിയാക്ഷൻ വീഡിയോസിൻ്റെ അടിയിൽ പോലും വ്യൂസും സബും കൂടുന്നത് ഇഷ്ടം പോലെയാണ്. അവരുടെ വ്യൂസ് മില്യൺസ് ആണ്. ഒരാൾ എക്സ്പ്ലനേഷൻ ഇടുന്നു, പിറ്റേ ദിവസം നടക്കുന്ന അപ്പുറത്ത് ഇടുന്നു. അപ്പം നിങ്ങൾ ഇത് നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു ദൂഷ്യഫലം, ഇതിൻ്റെ ഒരു ദൂഷ്യം എന്ന് പറയുന്നത് മറ്റു ഫാമിലി വ്ളോഗേഴ്സിനും ഇതൊരു എന്നാ പറയുന്നത്, ഒരു പ്രചോദനം, അതാ അവർക്കൊരു മോട്ടിവേഷനാണ്. നമുക്കിങ്ങനെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട്, ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പിണങ്ങി പോകാൻ നിൽക്കുവാണ്, ഞാൻ നാളെ തന്നെ ഡൈവോഴ്സ് ചെയ്യാൻ നിൽക്കുവാണ്, ഈ ഡിവോഴ്സ് ചെയ്യാനായിട്ട് നിൽക്കുന്നു, ഞാൻ പിണങ്ങി പോകാൻ നിൽക്കുന്നു, എന്നെ പിച്ചി, എന്നെ മാന്തി, എന്നെ ഞുള്ളി. അപ്പം നമ്മൾക്ക് ഈ ത്വര കൂടുക, അയ്യോ നാളെ അവളെ പിച്ചിയോ, അവളെ മാന്തിയോ, അവൾ ഡിവോഴ്സ് ആകുമോ, അതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ, നമ്മൾ വ്യൂസ് കൂടി അവർ കൂട്ടി അങ്ങേയറ്റത്ത് എത്തിച്ചു കഴിയുമ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോ, ഞങ്ങൾ ഒരുമിച്ചു ഇല്ലേ, ഞങ്ങൾ പറഞ്ഞെല്ലാം സെറ്റാക്കി, ചേട്ടൻ എന്നോട് മാപ്പ് പറഞ്ഞു, ഞങ്ങൾ ഒരുമിച്ച് ടൂർ പോകാൻ തീരുമാനിച്ചു, അത് വെറും പ്രാങ്ക് ആയിരുന്നു. ഇതൊക്കെയാണ് അവിടെ ലാസ്റ്റ് നടക്കുന്നത്. ഇപ്പം കണ്ടുകൊണ്ടിരുന്ന സമയം കളഞ്ഞ നിങ്ങളാരായി? അപ്പം ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യരുത്. ഇനി വലിച്ചു നീട്ടുന്നില്ല, പ്രൊമോട്ട് ചെയ്യരുത്. ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഫാമിലി വ്ളോഗേഴ്സിന്, ഫാമിലി മാത്രമല്ല ഏത് വ്ളോഗ്, ആരിങ്ങനെ ഈ ഫാമിലി പ്രോബ്ലംസ് വന്ന് പറഞ്ഞുകൊണ്ടിരുന്നാലും ഇത് നിങ്ങൾ
അന്നേരം ഈ ചാനൽ അൺസബ്സ്ക്രൈബ് പോവുക ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു തരത്തിൽ ഇത് പ്രൊമോട്ട് ചെയ്യരുത്. അപ്പോൾ ഇവർക്ക് ഇതൊരു ഇതാണ്, ഇത് കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് വ്യൂസ് കിട്ടും, ചാനൽ മീൻസ് സബ്സ്ക്രൈബേഴ്സ് കൂടുക എന്നുള്ളത് കൊണ്ട് ഇങ്ങനെ ഇല്ലാത്ത പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് ഇത് പിന്നെ ഇങ്ങനെ പൊലിപ്പിച്ചുകൊണ്ടിരിക്കാനായിട്ടും അവർക്ക് അവരുടെ പിന്നെ കീശയിലോട്ട് മണി ഇങ്ങനെ വീണോണ്ടിരിക്കുക. അപ്പോൾ അതിനുള്ള ഒരു നമ്മളായിട്ട് ഇട്ട് കൊടുക്കുക, നമ്മളായിട്ട് അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അത് ചെയ്യരുത്. നല്ല ഇതുപോലത്തെ നിങ്ങൾ വീഡിയോസ്, അതായത് ഫാമിലി വ്ളോഗേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ട് നല്ലതായിട്ട് നല്ല സമാധാനവും സന്തോഷവുമായിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ടും നമുക്ക് പ്രയോജനമുള്ള എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മളത് പ്രൊമോട്ട് ചെയ്യുക. എപ്പം അവർ ഇതുപോലത്തെ ഫാമിലി പ്രോബ്ലംസും പറഞ്ഞുകൊണ്ട് വീഡിയോസ് സ്റ്റാർട്ട് ചെയ്യുന്നു, ഞുള്ളി പിച്ചി എന്നും പറഞ്ഞ് വീഡിയോസ് ഇടാൻ തുടങ്ങുന്നു, അന്നേരെ അൺസബ്സ്ക്രൈബ് ചെയ്ത് ആ ചാനൽ കട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അതാണ് ഏറ്റവും നല്ലത്. കാരണം ആ നെഗറ്റിവിറ്റി നമ്മളിലോട്ടും കിട്ടും. ആ നെഗറ്റിവിറ്റി നമ്മളിലോട്ടും കിട്ടിയിട്ട് നമ്മുടെ തോട്ടിലും, കാരണം ചില ചാനൽസിനൊക്കെ നമുക്ക് ശരിക്കും അഡിക്ഷൻ വരും. എനിക്കങ്ങനെ 1-2 ചാനൽസ് ഇഷ്ടമാണ്, അത് വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ചാനൽസാണ് കേട്ടോ. അപ്പം അത് നമുക്ക് അഡിക്ഷൻ, എനിക്കത് രാവിലെ കണ്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ചാനൽസ് ഇതുപോലത്തെ നമുക്കിങ്ങനെ അഡിക്ഷൻ തോന്നുന്ന ചാനൽസ് നമ്മൾക്ക് ഇതുപോലത്തെ നെഗറ്റിവിറ്റി കാണുമ്പോൾ അതിൻ്റെ അകത്ത് അത് നമ്മളിലോട്ട് സ്പ്രെഡ് ചെയ്യും. സോ വാട്ട് യു വാണ്ട് ടു ഡു, നിങ്ങൾ ഇതുപോലത്തെ ഈ ചാനൽസിൽ എപ്പോൾ ഈ ഫാമിലി പ്രോബ്ലംസും പറഞ്ഞ് കരഞ്ഞ് നിലവിളിച്ച് നിങ്ങൾ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു, എന്നെ ഞുള്ളി പിച്ചി മാന്തി എന്ന് പറഞ്ഞ് വരുന്നോ, നിങ്ങൾ അന്നേരം ആ ചാനൽ കട്ട് ചെയ്യണം. ഇത് ഞാൻ ആരുടെയും സൈഡ്, ഞാൻ പറഞ്ഞില്ലേ ഈ 2 ഫാമിലി എനിക്കറിയത്തില്ല, ഞാൻ സബ്സ്ക്രൈബും ചെയ്തിട്ടില്ല. ഈ ഇഷ്യൂസ് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാൻ വേണ്ട. എന്തിനാണ് യൂട്യൂബേഴ്സ് അവർ ഒക്കെ നമ്മുടെ വയറ്റിപ്പെടുപ്പ്. ഇപ്പോൾ ഈവൻ എനിക്കാണെങ്കിലും ഒരു 5 പേര് ഇത് കണ്ടാൽ എനിക്ക് അതിനുള്ള പ്രയോജനമുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് ആരെയും സപ്പോർട്ട് ചെയ്തല്ല, ഞാൻ ഒരു കമൻസും ഒന്നും എടുത്തു വെച്ച് റിയാക്ട് ചെയ്യാനും അല്ല. നമ്മൾ ഈ ഒരു കാര്യം ഏത് യൂട്യൂബർ, ഇപ്പോൾ ഈവൻ ഞാനാണേലും ഞാൻ വരത്തില്ല, എന്നാണേലും ഇതുപോലെ എടുത്തു വെച്ചുകൊണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെയാണ്, എൻ്റെ അപ്പൻ എന്നെ അങ്ങനെ പറഞ്ഞു, എൻ്റെ ഭർത്താവ് എന്നെ അടിച്ചു, നമ്മൾ ആരോടാണ് ഇത് പറയേണ്ടത്? നമുക്കിത് പറയേണ്ടത് അതിനാണ് ഈ പോലീസും കോർട്ടും ഒക്കെ തന്നേക്കുന്നത്. അല്ലെങ്കിൽ പോയി അപ്പനോട് തന്നെ പോയി, അല്ലെ അവർ തമ്മിൽ പാച്ചപ്പാകുക, അല്ലെങ്കിൽ അവർ സെപ്പറേറ്റ് ആയിട്ട് മാറി എന്നാന്ന് വെച്ചാൽ ചെയ്യുക. അല്ലാതെ ഇത് ഓടി വന്ന് യൂട്യൂബിൻ്റെ അകത്തോട്ട് ഇടുകയല്ല ചെയ്യേണ്ടത്. മനസ്സിലായോ? അപ്പം നമ്മൾ മലയാളികൾ നമ്മളെ ചൂഷണം ചെയ്യുകയാണ്. നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ ചൂഷണം ചെയ്യുകയാണ്. നിങ്ങളെ ചൂഷണം ചെയ്യുന്നതിന് നിങ്ങൾ അനുവദിക്കരുത്. ഇതുപോലത്തെ പ്രോബ്ലമായിട്ട് ഞാൻ വീണ്ടും പറയാണ്, ഫാമിലി വ്ളോഗേഴ്സ് വരുവാണെങ്കിൽ കട്ട് ചെയ്യുക ചാനൽ. പിന്നെ നിങ്ങൾ ഒരു ദിവസം തുറന്ന് നോക്കുക, അവരുടെ പ്രശ്നം കഴിഞ്ഞ് അവർ മര്യാദയ്ക്ക് എൻ്റർടൈനിങ് ആയിട്ടുള്ള വീഡിയോസ് ഇടുന്നുണ്ടോ, ഓക്കെ, നല്ലൊരു ശാന്ത സമാധാനമായിട്ടുള്ള വീഡിയോസൊക്കെ പഴയതുപോലെ ഇടുന്നുണ്ട് എങ്കിൽ then you again subscribe. മനസ്സിലായോ? അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.